ഹായ് ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ കാര്യമായിട്ടുള്ളൊരു വീഡിയോ അല്ല. അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും കാര്യമായിട്ടൊരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ കാണുന്നില്ല, ഇതാ ചുറ്റും മഞ്ഞായി കിടക്കുന്നത്, വണ്ടിയൊക്കെ മഞ്ഞ് കൂടി കിടന്നത്. ഞാനിപ്പോൾ വണ്ടി അപ്പുറത്തെ പാർക്കിംഗ് എടുത്ത് ഇവിടെ കൊണ്ടിട്ട് ഒന്ന് മഞ്ഞ് തുടച്ച് മുട്ടതാണ്. അപ്പോൾ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ച് പല വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. വെട്ടിപ്പിനെയും തട്ടിപ്പിനെയും എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേര് സപ്പോർട്ട് തന്നു, വിമർശിച്ചവരുണ്ട്, സന്തോഷം, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ, ഇന്നലെ എന്നെ നാട്ടിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിരുന്നു. അതായത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു, നമ്മളെ ഇതൊക്കെ നിനക്കറിയാമല്ലോ, ഇതാണ് കാര്യം, ഇത് തട്ടിപ്പായിരിക്കേ ഉള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പുള്ളിയെ ഇങ്ങനെ അവർ വിളിച്ചു. അതിനുശേഷം അവർ ക്വസ്റ്റ്യനെയറൊക്കെ അയച്ചു കൊടുത്തു. 10-40 ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യനെയറൊക്കെ അയച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് പൈസ പറയാമെന്ന് പറഞ്ഞു. ലാസ്റ്റിൽ പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു 5 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയെടുത്ത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ കണക്ക് തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ യൂറോപ്പ CV അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി എല്ലാം അയച്ചു കൊടുത്തിരുന്നു, ലൈസൻസ് കോപ്പി എല്ലാം. അപ്പം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളൊക്കെയാണ്. അപ്പം പുള്ളി പിന്നെ യൂറോപ്പ CV രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു, യൂറോപ്പ CVയുടെ മെയിൽ ID നിങ്ങൾ മാറ്റണം, മെയിൽ ID ഇല്ലാതെ ഫോൺ നമ്പർ മാത്രം മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളി പിന്നെ അവർ വിളിച്ചു, ഒരു ഇൻ്റർവ്യൂ വിളിക്കാം, സമയം പറയാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ആദ്യം പറഞ്ഞ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഒരു ഫോണിൽ കൂടെ വിളിച്ചു, ഒരു ഇൻ്റർവ്യൂ നടത്തി. ആ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് പുള്ളി അറ്റൻഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇൻ്റർവ്യൂ ആയിട്ട് നിങ്ങൾ പാസ്സാണ്, മുമ്പോട്ട് പോകാം, 3-4 മാസം എടുക്കും, 5 ലക്ഷം രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ചു, ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെയാണ് കാര്യം, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പുള്ളി പിന്നെ പറഞ്ഞു, എനിക്ക് 5 ലക്ഷം രൂപയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ പറഞ്ഞു, ഇത് 1 രൂപയും ഞങ്ങൾ എടുക്കുന്നതല്ല, എല്ലാം മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ചിലവാണ് 5 ലക്ഷം രൂപ. പിന്നെ ഞങ്ങൾക്കുള്ളത് 15,000 രൂപ കമ്മീഷനാണ്. ആ 15,000 രൂപ കമ്മീഷൻ നിങ്ങൾ തരണം, അത് അവസാനം തന്നാൽ മതി എന്നുള്ള രീതി. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എൻ്റെ 1-2 സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പൈസ ഒന്നും ഈടാക്കുന്നില്ല, എനിക്ക് ഈ പൈസയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയെ വിളിച്ചിട്ടില്ല. അപ്പം നമ്മളെ തട്ടിക്കപ്പെടാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ അവരുടെ രീതി മാറി. അവർ പിന്നെ വിളിച്ചിട്ടില്ല. കാര്യം അവർക്ക് മനസ്സിലായി ഇയാളിനെ പറ്റിക്കാൻ പറ്റില്ല, ഇയാൾക്ക് അറിയാം, അല്ലെങ്കിൽ അവിടെ ആളുണ്ട്, ഇത് പ്രശ്നമാവും എന്ന് മനസ്സിലായപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ നിങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ടിപ്പിൽ നിന്നും തട്ടിപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ടെങ്കിൽ കൂടി ഇഫക്റ്റീവായ ഒരു 2 വഴി ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഒന്ന്, നിങ്ങൾ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ല ഏത് കമ്പനി ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ ഇന്ന കമ്പനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു, അവരോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചതിന് ശേഷം കമ്പനി കറക്റ്റ് പറയാൻ പറയുക. എന്നിട്ട് ഈ ട്രാവൽ ഏജൻസി ഇന്ന കണക്ക് നാട്ടിൽ നിന്ന് ഇത്ര രൂപയ്ക്ക് നിങ്ങളാളിനെ എടുക്കുന്നു എന്നും പറഞ്ഞിട്ട് ഹയർ ചെയ്യാനായിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു, അതിൽ ശരിയാണെങ്കിൽ ഞാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനാണെന്ന് പറഞ്ഞ് ആ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു മെയിൽ അയക്കുക. ഇനി അത് അയച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഇല്ല, അത് മാത്രം കൊണ്ട് നിങ്ങൾ ഒതുങ്ങിയിരിക്കേണ്ട. അപ്പോൾ നിങ്ങൾ എന്താണെന്നറിയാം, എംബസി ഓഫ് മാൾട്ട, അവിടെ ന്യൂഡൽഹിയിലുള്ള മാൾട്ട എംബസിക്ക് ഒരു മെയിൽ അയക്കുക. അതായത് ഇങ്ങനെ VFSനോ മറ്റാർക്കും അല്ല, ആ നാടിൻ്റെ, ഇത് പോളണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാൾട്ട ആയിക്കോട്ടെ, ആ നാടിൻ്റെ കോൺസുലേറ്റിനും എംബസിക്ക് ഒരു മെയിൽ അയക്കുക. ഇന്ന കണക്ക് ഇന്ന ഒരു ഏജൻസി വിളിച്ചിട്ട് ഇന്ന കണക്ക് ഓഫറുണ്ട്, ഇത്ര രൂപയാണെന്ന് പറഞ്ഞിരുന്നു, അത് സത്യാവസ്ഥ എനിക്കൊന്ന് അറിയണം, അങ്ങനെ ഓഫറുണ്ടോ, പൈസ മേടിക്കുന്നുണ്ടോ, പൈസ മേടിച്ചൊരു ഓഫർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഈ 2 നിങ്ങൾക്ക് ഷുവറായിട്ട് മെസ്സേജ് വരും ഇങ്ങനൊരു സംഗതി ഇല്ല എന്നുള്ളത്. അപ്പോൾ ചുളുവിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഉദ്ദേശിച്ചത്. 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ പോളണ്ടിൻ്റെ കാര്യങ്ങളിലും ഇതെല്ലാം. പിന്നെ ഇപ്പോൾ പോളണ്ടിന് ഇന്ന് രാവിലെ നമ്മൾ GK ട്രക്കേഴ്സിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടെലഗ്രാം ഗ്രൂപ്പ് അവിടെ ഇട്ടിരിക്കുന്നുണ്ട്, കുറേ പേര് വന്നത് ഈ മൂങ്ങിയപ്പോൾ ഇരിക്കുകയും അവർക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിയുകയും തിരക്കി അവർ നൈസായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് പോകും. പിന്നെ ആർക്കെങ്കിലും അത് ഓഫർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് ഏത് സ്ഥലത്തേക്കാണ്, ഏത് കമ്പനിക്കാന്നൊക്കെ ചോദിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് നടക്കണം എന്നൊക്കെ ഉള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ടും ആരും ആക്റ്റീവായിട്ട് 5-6 പേര് വല്ലപ്പോഴും ഒന്ന് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ആലോചിച്ച്, നമ്മൾ പൈസയ്ക്കൊന്നും ചെയ്യുന്നതല്ല, ഒരു സത്പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ വൈപ്പ് ഔട്ട് ചെയ്തു. അത് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളത് ഗ്രൂപ്പ് അങ്ങ് പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് പിന്നെ മാൾട്ടയായാലും പോളണ്ടായാലും അല്ലെങ്കിൽ വേറെ ഏത് രാജ്യമായാലും VFSൻ്റെ വഴി സബ്മിറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എങ്കിൽ VFSൽ ഡേറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ പലരും പറയും കിട്ടില്ല. ഏജൻസി എടുത്താൽ പിന്നെ എങ്ങനെയാണ് സുഹൃത്തെ കിട്ടുന്നത്? ഹാക്ക് ചെയ്യും. ഈ ഹീക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള അല്ലാതെ ഈ ഹാക്കിങ് എന്താണ് എന്ന് അറിയാവുന്ന സുഹൃത്തുക്കളാണോ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ നേരിട്ട് VFSൽ ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേർക്ക് VFSൽ ഡേറ്റ് എടുത്തിട്ടുണ്ട് പോളണ്ടിലേക്ക്.
പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതിന് പകരം ഈ പല സുഹൃത്തുക്കളും വന്ന അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. VFSൽ ഇപ്പം നേരത്തെ നമുക്ക് സൈൻ ഇൻ ചെയ്യാനേ പറ്റില്ലായിരുന്നു പോളണ്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. സൈൻ ഇൻ ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പം മുന്നോട്ട് പോയി അടുത്ത എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നാഷണൽ എംപ്ലോയ്മെൻറ്റിൻ്റെ കാറ്റഗറി എടുക്കുമ്പം ചിലപ്പോൾ സ്ലോട്ട് കാണിക്കും, വെരി റയർ കേസിൽ ചിലപ്പോൾ സ്ലോട്ട് കാണിക്കില്ല, ചിലപ്പം ചില സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റിലും പോകുമായിരുന്നു. ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റും കാണിക്കുന്നില്ല. ഇപ്പോൾ സ്ലോട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് ട്രൈ, അതിന് ടൈമുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ കിട്ടും. ഇനി ഇതൊന്നും ചെയ്യാൻ വയ്യാതെ മെനക്കെടാൻ വയ്യാതെ കുറേ സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തും കൊടുത്താണ്, നിങ്ങളത് നിങ്ങളെ വഴി നോക്കുക. ദയവ് ചെയ്ത് നമ്മളുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് പൈസ കൊടുത്തൊരു കാര്യം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഏജൻസികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, സ്വന്തമായിട്ട് നമ്മൾ ആരെയും കൊണ്ടുപോകാമെന്ന് നമ്മളും പറയുന്നില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു സതുദ്ദേശം മാത്രമേ ഇതുകൊണ്ടുള്ളൂ. ദയവ് ചെയ്ത് അതുകൊണ്ട് നമ്മളെ പൊങ്കാലിടാൻ വരരുത്. നമ്മൾ അത് ഉദ്ദേശിക്കുന്നുമില്ല, നമുക്ക് ആരോടും പരാതിയുമില്ല. നമ്മളറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മുകളിലേക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ശ്രമിച്ചു നോക്കാം. കിട്ടിയാൽ നിങ്ങൾ ലക്കി, കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ കൊണ്ടുതരുമെന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കേണ്ട. എന്നെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല, അതിനാവശ്യമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും നമുക്ക് നമസ്കാരം.